ഞാൻ ഇപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ ഇട്ടില്ലെങ്കിൽ അവൻ ഒരുപാട് പാവപ്പെട്ടവർ ഇനിയും പറ്റിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ പോലും 6000 രൂപയാണ് ഒരു ചേട്ടൻ്റെ അവൻ പറ്റിച്ചേക്കുന്നത്. കുറച്ച് ദിവസം മുന്നേ എൻ്റെ 2200 രൂപ, അതേ ദിവസം വേറൊരു പയ്യൻ്റെ 2200 രൂപ. ഒരുപാട് ആൾക്കാരെയാണ് അവൻ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ വേറുള്ള ആൾക്കാരെ, ഒന്നും അറിയാത്ത ആൾക്കാരെ നിർത്തിയിട്ടാണ് അവൻ കിടന്ന് കളിക്കുന്നത്. ബ്രോയുടെ കയ്യിൽ ഏത് ടൈപ്പ് ബേഡ്സ് എടുക്കാനുള്ളത്? ബ്രോ വീഡിയോസും ഫോട്ടോസും അയക്കും, നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നമ്പറിന്റെ ഉടമേനെ പറ്റിയോ ഈ വോയിസ് കേൾക്കുന്ന ആളെ പറ്റിയോ എന്തെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് എന്തായാലും DM ചെയ്തു. നമ്മൾ ഓൾറെഡി അവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അറിയാമെങ്കിൽ നമുക്ക് അയച്ചു തന്നോളുക. ഈ നമ്പർ സേവും ചെയ്ത് വെച്ചോ ഗൈസ്. പെറ്റ്സ് ലവേഴ്സ് ആണെങ്കിൽ എന്തായാലും ഇവ ഇന്ത്യയെ പോലത്തുള്ള ഉടായ്പ പരിപാടി കാണിക്കാനായിട്ട് നാളെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും. എന്തായാലും എല്ലാവരും സൂക്ഷിച്ചോ. ചെന്നൈയിലാണ്. പിന്നെ ചെയ്തു തരാൻ പറ്റുമോ നോക്ക്. എന്താ വെച്ചാല് ഞാനിവിടെ പണി ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് നമ്മൾക്ക് അയച്ചുള്ള വീഡിയോ ആണ്. അതാണ് ക്ലാരിറ്റി കുറവ്. പിന്നെ നോക്കിട്ട് ഒന്ന് പറയും എത്ര റേറ്റ്. ഇപ്പം ബ്രോ പറഞ്ഞില്ലേ മറ്റേ ആർക്കോ ഇത് വേണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിപ്പോ ഏതാ വേണമെന്ന് പറഞ്ഞത്? ഫാൻറ്റയിലും മറ്റേതാണോ? അപ്പൊ നിങ്ങൾ ഇപ്പൊ കേട്ട വോയിസ് മൊത്തം ഇവന്റെ ഇക്കയ്ക്ക് അയച്ച മെസ്സേജാണ്. അപ്പൊ ഇക്ക വഴിയാണ് എനിക്ക് അവന്റെ കോൺടാക്ട് നമ്പർ കിട്ടുന്നത്. ഇക്കയ്ക്ക് അയച്ച സെയിം വീഡിയോസ് അവ എനിക്കും അയച്ചു തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഞാൻ 3 പ്രാവ വാങ്ങുന്നത്. അപ്പൊ ഇക്ക ഈ വീഡിയോസ് എല്ലാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവഴി വേറൊരു പയ്യനും കോൺടാക്ട് നമ്പർ വാങ്ങി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വാങ്ങാനായിട്ട് പൈസ കൊടുത്ത ബേഡ് എന്ന് പറയുന്ന ഒരു പേര് ഫാൻറ്റയിലും ഒരു ഷിറാസ് ഫീമെയിലും ആയിരുന്നു. ഇതേപോലെയാണ് ആ പയ്യനും അവന് പൈസ അയച്ചു കൊടുത്ത സെയിം പൈസ 2100 രൂപ. അങ്ങനെ പിറ്റേ ദിവസമാണ് നമ്മൾ അറിയുന്നത് നമ്മൾ രണ്ടുപേരും അവന് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചപ്പോൾ രണ്ടുപേർക്കും സെയിം മെസ്സേജാണ് അയക്കുന്നത്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എല്ലാം അയച്ചു തന്ന്. ഇതെല്ലാം അവനോട് ചോദിച്ചപ്പോൾ അവൻ നമ്മളെ ബ്ലോക്ക് ആക്കി. അപ്പോൾ നമ്മൾ വേറെ നമ്പറിൽ നിന്ന് അവനെ വിളിച്ച്. അപ്പോൾ ഇവൻ എന്തെങ്കിലും ഒരു ഡൗട്ട് അടിച്ചു കഴിഞ്ഞാൽ അവൻ ഫോൺ എടുക്കത്തില്ല. നമ്മൾ ആ നമ്പരും ബ്ലോക്ക് ആക്കി പോകും. ഇത് ഞാൻ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് വിളിച്ച കോൾ റെക്കോർഡാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്നാ ഇപ്പൊ തന്നെ നീ പൈസ ഈ കോളിന് ശേഷം അവനെ പിന്നെ വിളിച്ചിട്ടില്ല, എന്നെ ബ്ലോക്ക് ആക്കി. ഇത് ഞാൻ പറഞ്ഞ 6000 രൂപ പോയ ഒരു പ്രോയിന്റെ ചാറ്റാണ്. അപ്പൊ ഈ പുള്ളിക്ക് അവൻ ഫ്രോഡ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഗ്രൂപ്പിൽ ഈ വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു ഇവ അയച്ചു കൊടുത്തത്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ ഓണർ വന്നിട്ട് ഈ പുള്ളിക്ക് മെസ്സേജ് അയച്ചപ്പോഴാണ് അവൻ ഫ്രോഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായത്. അപ്പൊ ഈ സ്കാനറിലെ പേരുകളും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് നോക്കി വെച്ചോ. ഈ വഴിയൊക്കെയാണ് അവ ഇപ്പൊ ആൾക്കാരെ ഒന്ന് പൈസ തട്ടിച്ചോണ്ടിരിക്കുന്നത്. എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. അപ്പൊ ഈ നമ്പറിലെ ആളെ എന്തെങ്കിലും ഒരു പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും DM ചെയ്യാം.